നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് കെനോൺ എന്ന ഒരു കമ്പനിയുടെ അവരുടെ ഒരു ക്യാമറ കെനോൺ 200D Mark II എന്നുള്ളൊരു ക്യാമറ. ഇതേ നമ്മൾ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിന് കൂടെ തന്നെ അതിൻ്റെ കൂടെ കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ ഇരിക്കുന്ന നമ്മുടെ ക്യാമറ നല്ലൊരു പാക്കിങ്ങോട് കൂടി തന്നെയാണ് നമുക്ക് ആ ഒരു ക്യാമറ ഓർഡർ ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബാഗും കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. അതിൻ്റെ സൈഡ് നല്ലൊരു കവറൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കരിയർ ബാഗ്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 46,000 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങിച്ചത്. ഞാൻ ഒരാഴ്ച മുമ്പ് വാങ്ങിച്ചതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഓഫർ പ്രമാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് പ്രൈസ് റേഞ്ചിനെ കൂട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാഗ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാഗ്. ഇനി ഏതായാലും നമുക്കത് അടുത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം, കാരണം അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടേ നമുക്ക് ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും നമുക്ക് അത് ക്യാമറയൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ബാഗ് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ക്യാമറ ഉള്ള ആളുകൾക്കൊന്നും അത് ഉപകാരപ്പെടില്ല, കാരണം ഒരുപാട് ക്യാമറ ഒന്നും അതിലിടാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ക്യാമറ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബോക്സിന് മുകളിലായിട്ട് അതിൻ്റെ Canon 200D Mark II എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു ചിത്രം കൂടി നമുക്ക് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ഒരു ക്യാമറ തന്നെയാണ്. ഒരു തുടക്കക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മൈക്ക് സപ്പോർട്ടാവുന്ന ഒരു ക്യാമറ തന്നെയാണ് Canon 200D. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ചെറിയൊരു യൂസർ മാനുവലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് നല്ലൊരു കട്ടിയുള്ള കുറേ സംഭവങ്ങളും ചൈനീസ് ഭാഷയിലാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അത് അവൈലബിൾ ആണ്. ഏതായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇതേ ഇരിക്കും നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ തുറക്കുമ്പോൾ സമയത്ത് തന്നെ അതിൻ്റെ ഒരു വാറൻറ്റി കാർഡും ചെറിയൊരു യൂസർ മാനുവൽ പോലത്തെ ചെറിയൊരു സംഭവങ്ങളാണ് നമുക്കതിന് കൂടെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു തുറക്കുന്നത് പിന്നെ ഇതിൻ്റെ ലിഥിയം ബാറ്ററി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെമ്മറി കാർഡും അവർ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഒരു 16 GB മെമ്മറി കാർഡാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു കൂട് പോലത്തെ സംഭവത്തിലൊക്കെയാണ് നമുക്ക് ആ ഒരു മെമ്മറി കാർഡ് അവർ തരുന്നത്. അപ്പോൾ ഇനി ഏതായാലും നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടത്തുള്ളത് ചാർജറിൻ്റെ ആ ഒരു പവർ കേബിളാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ചാർജർ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് നമുക്ക് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലൊരു ക്യാമറ തന്നെയാണ്, കാരണം വീഡിയോ എടുക്കുന്നവർക്കൊക്കെ മൈക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാനൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ക്യാമറ തന്നെയാണ് Canon 200D Mark II. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു കിറ്റ് ലെൻസ് മാത്രമാണ് ലഭിക്കുന്നത്. ഈ ഒരു ലെൻസ് കൊണ്ട് നമുക്ക് അത്ര ഒരു കാര്യമായിട്ട് ഉപയോഗം എന്നിരുന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വീഡിയോകൾ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഈ ഒരു ക്യാമറ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ അത്ര വലിയൊരു ക്വാളിറ്റി ഈ ഒരു ലെൻസിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ക്യാമറ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ലെൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ലെൻസ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഒരു ബോക്സിനകത്ത് അത് ക്യാമറയൊക്കെ നമ്മൾ തൂക്കിയിടിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ഇതേ ഇരിക്കുന്നത് നമ്മുടെ മെയിൻ സാധനം ക്യാമറയുടെ ബോഡി. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിതിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയ സമയത്ത് കണ്ടതാണ്. എന്താണെന്നറിയില്ല, കാരണം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം. എന്നിരുന്നാലും നമുക്ക് ഫുൾ HD നല്ല വീഡിയോ ക്വാളിറ്റിയോട് കൂടി തന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്ക്രീന് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ വീഡിയോ നമുക്ക് തന്നെ കണ്ടുകൊണ്ട് നല്ല ഒരു ക്വാളിറ്റിയിലുള്ള വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ വലിയൊരു വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം ആ ഒരു കിറ്റ് ലെൻസൊക്കെ ഉപയോഗിച്ച് നമുക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ മെയിനായിട്ട് നമുക്കിതിൽ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അറിയേണ്ടത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മൈക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടച്ച് സ്ക്രീനാണ്. ഏതായാലും ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു
വില കുറഞ്ഞൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. 46,000 രൂപയാണ് ഞാൻ വാങ്ങിച്ച സമയത്ത്. ഇപ്പോൾ ഓഫർ അല്ലാത്ത സമയത്ത് അത് 52-53 രൂപയുടെയൊക്കെ അടുത്ത് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും വാങ്ങിക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓഫർ സമയത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു 5,000-6,000 രൂപയൊക്കെ കുറഞ്ഞ് കിട്ടുക എന്നുള്ള വലിയ കാര്യം തന്നെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമുക്ക് ഈ ഒരു ക്യാമറയിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആരെങ്കിലും ഈ ക്യാമറ കുറിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറയെക്കുറിച്ച് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.